ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സിലെല്ലാം മെസ്സേജ് വരുന്നുണ്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇസ് ഡെഡ് ഇൻ 2024. അതുപോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇനി ചെയ്താൽ പ്രോഫിറ്റബിൾ ആണോ, 2024 പ്രോഫിറ്റബിൾ ആണോ, അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇനി ഹൈ കോമ്പറ്റീഷനൊക്കെ ഉള്ളതല്ലേ, ഇനി സ്റ്റാർട്ട് ചെയ്യാമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് 2024 ഡെഡ് ആണോ, അതുപോലെ പ്രോഫിറ്റബിൾ അല്ലേ, അല്ലെങ്കിൽ ഹൈ കോമ്പറ്റീഷൻ കാരണം ഇനി സ്റ്റാർട്ട് ചെയ്യാമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആണോ, 2024 ഡെഡ് ആണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായിട്ട് വന്ന രണ്ട് മെസ്സേജാണ്. ഒന്ന് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആയില്ലേ, പിന്നെ ഒന്നെന്ന് പറയുന്നത് ഈ ഓർഡർ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഡിക്ലൈൻ ആവുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ മെസ്സേജ് വന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇസ് ഡെഡ് എന്ന് പറഞ്ഞാൽ കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കുറേ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വരുന്നതെന്ന് മനസ്സിലായി. കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഇനി പ്രോഫിറ്റബിൾ ആണോ, സ്റ്റാർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഇസ് ഡെഡ് അല്ലെങ്കിൽ 2024 ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഫിറ്റബിൾ അല്ല എന്നൊക്കെ പറയുന്നവർക്ക് റിയലി എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് അതിൻ്റെ കറക്റ്റ് ഐഡിയ കിട്ടിയിട്ടില്ല. ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആയെന്ന് പറയുന്ന 90% ആൾക്കാരും അതിൽ ഫെയിൽ ആയവരായിരിക്കും, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിരിക്കും. ഇത്രയും ഡ്രോപ്പ് ഷിപ്പിംഗിൽ സക്സസ് ആയ ഒരാളും പറയത്തില്ല ഡ്രോപ്പ് ഷിപ്പിംഗ് ഇനി പ്രോഫിറ്റബിൾ അല്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആയെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഡർ കസ്റ്റമറിൽ നിന്ന് എടുക്കുകയും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഡർ സപ്ലയേഴ്സിന് കൊടുക്കുകയും സപ്ലയേഴ്സ് ഒരു ഡയറക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന ഒരു ടേമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഈ ഒരു പ്രോസസ്സ് നോക്കിയാൽ കസ്റ്റമേഴ്സിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഡർ എടുക്കുകയും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഡർ സപ്ലയേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ആ സപ്ലയർ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റിൻ്റെ ഓർഡർ നമ്മൾ കസ്റ്റമറിൽ നിന്ന് എടുക്കുന്നു, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഡർ നമ്മൾ സപ്ലൈസിന് കൊടുക്കുന്നു, ആ ഒരു പ്രൊഡക്റ്റ് സപ്ലയർ എന്ത് ചെയ്യുന്നു, കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ മെയിൻ പാർട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് ഡെഡ് എന്ന് പറയുമ്പോൾ അവർ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് ഈസ് ഡെഡ്, അല്ലെങ്കിൽ അത് ഫെയിൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് ഡെഡ് എന്ന് പറയുന്നത്. മീൻസ് പ്രൊഡക്റ്റ് ഈസ് ഡെഡ്. അവർ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് മേ ബി ഡെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫെയിൽഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദ പ്രൊഡക്റ്റ് ഈസ് ഡെഡ്. ഈ ഒരു പ്രൊഡക്റ്റ് ഫെയിൽ ആവുന്ന സമയത്ത് അവരെന്ത് പറയും? ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് ഡെഡ്, അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇനി പ്രോഫിറ്റബിൾ അല്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഗുണവുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഓൾഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരു ഔട്ട്ഡേറ്റഡ് പ്രൊഡക്ട്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താവും? ഡെഡ് ആവും. അപ്പോൾ ഓൾഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് ഡെഡ്. ദാറ്റ് മീൻസ് ദ പ്രൊഡക്റ്റ് ഈസ് ഡെഡ്. ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓൾഡ് പ്രൊഡക്റ്റ് ഡെഡ് ആണ്. പക്ഷേ ന്യൂ ആയിട്ട് ഒരു യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരിക്കലും ഡെഡ് ആവത്തില്ല. കാരണം അതൊരു വിന്നിങ് പ്രൊഡക്റ്റ് ആയിരിക്കും, ആ ഡ്രോപ്പ് ഷിപ്പിംഗ് സക്സസിലേക്ക് പോകും. ഡെയിലി കുറേ ന്യൂ പ്രൊഡക്ട്സ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗിൽ സക്സസ് ആവാനും പറ്റും. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആണെന്ന് പറയുന്നവർ മേ ബി അവരുടെ ഒരു മാർക്കറ്റ് പോവാതിരിക്കാൻ പറയുന്നതായിരിക്കും. കാരണം കുറേ പേര് സ്റ്റാർട്ട് ചെയ്തതിനാൽ അവർ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ കൂടും, അതുപോലെ അവർക്ക് കൂടുതൽ സെയിൽസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, അതിനുവേണ്ടി പറയുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഡ്രോപ്പ് ഷിപ്പിംഗ് കുറച്ചുകൂടി ഈസി ആവും. അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തവരായിരിക്കും. ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ മന്ത്ലി ഒരു 100-200 രൂപ കിട്ടുന്നവന് മനസ്സിലാവും ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരിക്കലും ഡെഡ് ആവില്ല. പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആവുകയാണെന്ന് മനസ്സിലാവും. ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും അല്ലെങ്കിൽ സക്സസിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും കയറാത്തവരായിരിക്കും ഈ പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആണ്, പ്രോഫിറ്റബിൾ അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ നിലയിൽ എത്താത്തവരായിരിക്കാം പറയുന്നത്. പിന്നെ മുന്നേ ഉള്ള പോലെയല്ല, 2021 ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെയല്ല, 2024 ഡ്രോപ്പ് ഷിപ്പിംഗ് വളരെയധികം ഹാർഡാണ്. കാരണം ആൾക്കാർക്ക് ഇപ്പം ബുദ്ധിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് പലതവണ ചിന്തിക്കും, അതുപോലെ ഈ വെബ്സൈറ്റ് ട്രസ്റ്റഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. പിന്നെ മാർക്കറ്റിങ്ങും ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. ഇപ്പോൾ ഓൾഡ് പ്രൊഡക്ട്സ് പോലും ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ കയ്യിൽ നിന്നൊരു പൈസ പോലും ചിലവാക്കാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റെല്ലാം സെല്ല് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സിമ്പിൾ ഗർ ഹോം എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ പ്രസൻറ്റിങ്ങിലൂടെ ഒരു ഓൾഡ് പ്രൊഡക്ട്സ് തന്നെ അല്ലെങ്കിൽ കോമ്പറ്റീഷനുള്ള പ്രൊഡക്ട്സ് തന്നെ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അല്ലെങ്കിൽ അവരൊരു പ്രസൻറ്റിങ് അവരുടെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും, കമൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. സാധാരണ ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വീഡിയോ ക്ലിക്കാവുന്ന രീതിയിലുള്ള സംസാരവും അതുപോലെ എന്നാൽ അവരെ പ്രസൻറ്റിങ് രീതി, ഇൻട്രൊഡ്യൂസിങ് രീതിയൊക്കെ വളരെയധികം ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ വീഡിയോ ക്ലിക്കാവുകയും അതുപോലെ തന്നെ അവർ ആ ഒരു വീഡിയോയിൽ ഓരോ പ്രൊഡക്റ്റ് അവർ പരിചയപ്പെടുത്തുകയും അതിന് മാർക്കറ്റിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് കുറേ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
അവർ കയ്യിൽ നിന്ന് ഒരു പൈസ ഈടാക്കുന്നില്ല, അവരെന്ത് ചെയ്യുന്നു, ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. അപ്പം ഓൾഡ് പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് റീച്ച് കിട്ടുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, സെല്ലാവും. അതുപോലെ അവർ ക്വാളിറ്റി കണ്ടന്റ്സ് ആണ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെ കസ്റ്റമർ പ്രോബ്ലം എടുത്ത് കാണിക്കുകയും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, കസ്റ്റമറിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുകയും സെയിൽസ് കൂടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയായിട്ട് എനിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ഡെഡ് ആണോ, ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഫിറ്റബിൾ ആണോ, ഇനി സ്റ്റാർട്ട് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് എനിക്കാരും മെസ്സേജ് അയക്കല്ലും. മെസ്സേജ് അയച്ച കുറേ പേർക്ക് ഞാൻ ആൾറെഡി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നോളൂ, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട് എന്താണെന്ന് മാത്രം മെസ്സേജ് അയക്കുക. വേറെ ഒന്നും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കും ടൈം വേസ്റ്റാണ്. നിങ്ങളെ ഡൗട്ട് എന്താണെന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ അതിനോട് റിപ്ലൈ തരാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് വെബ്സൈറ്റ് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങോ അല്ലെങ്കിൽ ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആഡ്സ് എന്തെങ്കിലും റൺ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DR102 DR105 എന്തെങ്കിലും മെസ്സേജ് അയക്കുക. അങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് പെട്ടെന്ന് റിപ്ലൈ തരികയും അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. ചുമ്മാ ഡൗട്ട്സിന് വേണ്ടിയിട്ട് ഈ ഒരു ആ ഒരു കോഡ് യൂസ് ചെയ്യല്, എനിക്കും ടൈം വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സർവീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാത്രം ഈ ഒരു കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെൽസ് ബൈ.